നമസ്കാരം. ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഡൽഹിയിലെ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന് ആശ്വാസം. ടൗൺഷിപ്പിനായി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാം. നീക്കത്തിനെതിരെ ഉടമകൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ചൂരൽമല മുണ്ടയ്ക്ക് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായുള്ള പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ഉടമകൾ ഹർജി നൽകിയത്. തൃശൂർ മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി VS സുനിൽകുമാർ. ചോർ ഇവിടെയും കൂർ അവിടെയും എന്നുള്ള നയത്തിൽ യോജിക്കാനാവില്ല. BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് മേയർ MK വർഗീസ് ക്രിസ്മസ് കേക്ക് വാങ്ങിയത് ആസൂത്രിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇടതുമുന്നണിയുടെ മേയർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാൻ ആവില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കസേരയിൽ വീണ്ടും തർക്കം. കോടതി ഉത്തരവുമായി ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും DMO ഓഫീസിലെത്തി. ഡോക്ടർ രാജേന്ദ്രനെ കോഴിക്കോട് നിന്നും സ്ഥലം മാറ്റിയ നടപടി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഇതോടെയാണ് അദ്ദേഹം ഓഫീസിൽ തിരിച്ചെത്തുന്നത്. പുതുവത്സരത്തിൽ കൊച്ചിയിൽ ഇത്തവണ 2 പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി നൽകി ഹൈക്കോടതി. പാപ്പാഞ്ഞി കത്തിക്കൽ തടഞ്ഞ പോലീസിന്റെ നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. പരേഡ് ഗ്രൗണ്ടിന് പുറമെ വെളി മൈതാനത്ത് കൂടി പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞ പോലീസിന്റെ നടപടിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വീണ്ടും ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രശാന്ത് IAS രംഗത്തെത്തി. ചാർജ് മെമ്മോയിലാണ് ചീഫ് സെക്രട്ടറിയോട് പ്രശാന്ത് വിശദീകരണം തേടിയത്. പരാതിക്കാരനില്ലാതെ സ്വന്തം നിലയ്ക്ക് എന്തിന് മെമ്മോ നൽകിയത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 5 കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യപ്പെട്ടാണ് പ്രശാന്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. 116 ജീവനക്കാർക്ക് സസ്പെൻഷൻ. അനർഹമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിയ ജീവനക്കാർക്കാണ് സസ്പെൻഷൻ നൽകിയത്. ഇതിൽ വെറ്റിനറി സർജൻ മുതൽ പാർട്ട് ടൈം സ്വീപ്പർമാർ വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. കൈപ്പറ്റിയ തുക 18% പലിശ സഹിതമാണ് തിരിച്ചടക്കേണ്ടത്. ഇന്ന് തൃശൂരിൽ ബോൺ നന്ദാലെ. 15,000 ക്രിസ്മസ് പാപ്പമാരാണ് ഇതിൽ അണിനിരക്കുക. ഇതിനെ തുടർന്ന് ഇന്ന് തൃശൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോൺ ചിത്രീകരണം അനുവദിക്കുകയില്ല. മാർക്കോ സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച സംഭവത്തിൽ ആലുവ സ്വദേശിയായ 21-കാരൻ പിടിയിൽ. ആലുവ സ്വദേശി അക്യുബ് ഹനാനാണ് പിടിയിലായത്. എറണാകുളം സൈബർ ക്രൈം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് സിനിമയുടെ ലിങ്ക് പ്രചരിപ്പിച്ചത്. DMK സർക്കാരിനെതിരെ പ്രതിഷേധവുമായി BJP പ്രസിഡന്റ് K അണ്ണാമലൈ. സ്വയം ചാട്ടവാറിന് അടിച്ചാണ് 48 ദിവസത്തെ വ്രതം അണ്ണാമലൈ ആരംഭിച്ചത്. അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ലൈംഗിക അതിക്രമ കേസ് പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെയുള്ള പ്രതിഷേധമായാണ് അണ്ണാമലൈ പ്രതിഷേധം ആരംഭിച്ചത്.